Assalamu alaikum. Indian food is very famous dish we will butter chicken. We will pala recipes ariyayirikkum pala reethikalilayirikkum nammal ellavarum undaakkunnathu. Njan kanikkunnathu ente reethiyanu. Valare eluppayathilanu njan idu undaakkunnathu. Njan chicken angane orupaadu fry cheyyuvo allengi deep fry cheyidonnum undaakkunnilla. Easy aayittulla oru method ah kanikkunnathu. Ningalku endengilum suggestions undengil adu comments il ariyikka. Ningalude recipes ilulla tips um ente comments il ariyikka. Ipo namukku butter chicken undaakam. Butter chicken ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി 1/2 കിലോ ചിക്കൻ ബോൺലെസ് പീസസ് ആക്കി കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ലൈം ജ്യൂസ്, ഒരു 1/2 ലൈമിന്റെ ജ്യൂസ്, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചറും ഗാർലിക്കും രണ്ടും കൂടെ ചേർത്ത് ഒരു 1 ടേബിൾ സ്പൂൺ. ഇതിട്ട് നമ്മൾ നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. മാരിനേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഗ്രേവി റെഡിയാക്കി എടുക്കും. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ ഓയിൽ. അതിലേക്ക് നമ്മൾ ഒരു സവോള അരിഞ്ഞത് ഒന്ന് ഇട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് ചെറുതായിട്ട് അരിയണ്ട, കാരണം നമ്മളിത് അരയ്ക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവോള വഴണ്ട് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി അതിലേക്ക് ഞാനൊരു 8 മുതൽ 10 വരെ കാഷ്യൂനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് അരച്ചെടുക്കണം. ഇത് ചെറിയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതേ പാനിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മളിത് അരയ്ക്കണം. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ സവോള വഴണ്ടത് ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ പാനിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ബട്ടർ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലിട്ടാണ് ചിക്കൻ ഒന്ന് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. നമ്മളിത് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിനി ചിക്കനെ വേവിക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ആ ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒന്ന് എടുത്താൽ മതിയാവും. ഇപ്പോൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇനി 1 ടേബിൾ സ്പൂണും കൂടെ ജിഞ്ചർ ഗാർലിക് ഇടുകയാണ്. 1 ടീസ്പൂൺ മതി, 1 ടേബിൾ സ്പൂൺ വേണ്ട. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കും കൂടെ ഇട്ട് അതും കൂടെ ചേർത്ത് ഈ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇനി ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച ബട്ടറൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്ന് ജിഞ്ചർ ഗാർലിക്കിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം 1.5 മുതൽ 2 ടീസ്പൂൺ വരെ മുളക് പൊടി ഉണ്ട്. മുളക് പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഗരം മസാല ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ടൊമാറ്റോ പ്യൂറിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ടൊമാറ്റോ പ്യൂറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 തക്കാളി ചൂടുവെള്ളത്തിൽ, തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി ഇളക്കിയതിന് ശേഷം മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ തയ്യാറാക്കി വെച്ച ഒരു ടൊമാറ്റോയുടെ പ്യൂറിയാണ് അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ക്യാൻ ടൊമാറ്റോസ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻ ടൊമാറ്റോ ഡയറക്റ്റ് ആയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് പ്യൂറി ആയിട്ട് യൂസ് ചെയ്യാം. അത് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല, അത് ഡയറക്റ്റ് ആയിട്ട് ഇടാം. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് മുളക് പൊടിയും ഗരം മസാലയും നന്നായിട്ട് മിക്സായി. ഇനി നമ്മൾ ഇതിലേക്ക് പറഞ്ഞതുപോലെ 1 ടൊമാറ്റോയുടെ പ്യൂറി ഇത് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഈ തക്കാളി ഒന്ന് വേവുന്ന ടൈം നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൽ ബട്ടറൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനും ടൊമാറ്റോയും വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ച സവോളയും കാഷ്യൂനട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശകലം വെള്ളവും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇപ്പോൾ ഈ സവോള ഓൾറെഡി കുക്ക് ആയതാണ്, അപ്പോൾ ഇനിയിപ്പോൾ അധികം ടൈം എടുക്കത്തില്ല. നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കസൂരി മേത്തിയും ക്രീമുമാണ്. ഇപ്പം കാണാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം, നിങ്ങൾക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം.
ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മിക്സിയിൽ തന്നെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കളറാണ് വേണ്ടത്. ഇപ്പോൾ കാണാൻ നല്ല തിക്കായിട്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ക്രീം ആഡ് ചെയ്താൽ മതി. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. 2-2.5 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. ഇത് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം കസൂരി മേത്തി ലീവ്സ്, അതാണ് ബട്ടർ ചിക്കൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. കസൂരി മേത്തി ഇതൊരു 2 ടീസ്പൂൺ ഉണ്ട്. 2 ടീസ്പൂൺ നമ്മൾ കൈവച്ചൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ഒരു റെസിപ്പിയാണ്. നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇപ്പോൾ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ക്രീം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ സ്റ്റേജിൽ വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പ് ആഡ് ചെയ്തുള്ളൂ, ഗ്രേവിയിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അധികം. കുറച്ച് വേണമെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഇപ്പോൾ ഇവിടെ വരുന്ന. സ്മെല്ലും അതുപോലെ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.